വയനാട് മുടക്കൊല്ലിയിൽ നമ്മൾ പൂഞ്ചിൽ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മുടക്കൊല്ലിയിൽ വീണ്ടും കടുവ ഇറങ്ങി. നേരത്തെ പന്നികളെ ആക്രമിച്ചു കൊന്ന ഫാമിൽ തന്നെയാണ് ഇക്കുറിയും കടുവ എത്തിയത്. 4 പന്നികളെ അവിടെ കാണാനുമില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വീണ്ടും വീണ്ടും ഇങ്ങനെ കടുവയും പുലിയും വന്യമൃഗങ്ങളും ഒക്കെ തന്നെ, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്മിത ഹാഷ്മി, മൂടക്കൊല്ലി വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു. അതിന്റെ തെളിവാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ ശ്രീനേഷിന്റെയും ശ്രീജിത്തിന്റെയും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫാമിൽ കടുവ എത്തുകയും 21ഓളം പന്നിക്കുഞ്ഞുങ്ങളെ പിടികൂടുകയും ചെയ്തത്. അവിടെ തന്നെ വീണ്ടും ഇന്ന് പുലർച്ചെ കടുവ എത്തുകയും 7ഓളം പന്നികൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഫാം ഉടമ തന്നെ പറയുന്നത്. സമീപത്ത് ഇവർ ഇപ്പോൾ തിരച്ചിൽ നടത്തി. ഈ വനമേഖലയോടും തോട്ടമേഖലയോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ തിരച്ചിൽ നടത്തിയപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് തന്നെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ വിവരം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പന്നികൾ നഷ്ടപ്പെട്ടു മനസ്സിലായത്? എങ്ങനെയാണ്? രാവിലെ കൂട്ടിൽ തീറ്റ കൊടുക്കാനും വൃത്തിയാക്കാനും വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ കയറി നോക്കുമ്പോഴാണ് കാണുന്നത് ആ സെയിം കൂട്ടിൽ, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അതേ കൂട്ടിൽ നിന്നും 7ഓളം പന്നികളെ കാണാനില്ല. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിനെ പിന്തുടർന്ന് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ഇതിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, എല്ലാത്തിൻ്റെയും തലകളും കാര്യങ്ങളും ബാക്കി മുഴുവനായിട്ട് അത് ഭക്ഷിച്ചിട്ടുണ്ട്. ഒറ്റ രാത്രി 2 മണി വരെ നമ്മളൊരു ക്യാമറ വെച്ചിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നു. 2 മണി കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർജ് തീർന്നു പോയിട്ട് അത് ഓഫായി പോയതാണ്. 2 മണിക്ക് ശേഷമാണ് വന്ന് ഇതിനെ പിടിച്ചിട്ടുള്ളത്. ഇത്ര ചെറിയ മണിക്കൂറിനുള്ളിൽ ഇത്ര അധികം പന്നികളെ അത് ഭക്ഷിച്ചു എന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ കയറി നോക്കുമ്പോൾ. നിലവിൽ നിങ്ങളുടെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ? നേരത്തെ ഉള്ള അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. അത് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർക്ക് 4 ദിവസവും കൂടി സാവകാശം വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മളോട് പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല അവർ. എന്തായാലും ഈ അനുഭവമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിൽ കേസെടുത്തിരുന്നു കഴിഞ്ഞ തവണ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അമർഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അവർ എത്തിയ ശേഷം തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ ആ പ്രദേശത്തിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഫാം നിലനിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിലുള്ളവരുടെ ആശങ്ക തന്നെയാണ്. കഴിഞ്ഞ തവണ ഫാമിൽ, ഒരു പന്നി ഫാമിൽ നിന്ന് പന്നികളെ കാണാതായിരുന്നു, ആക്രമിച്ചിരുന്നു. അതേ ഫാമിൽ തന്നെയാണ് ഇപ്പോഴും. കർഷകരെ പന്നി നഷ്ടപ്പെടുന്ന വേദന മാത്രമല്ല, അവിടെ മനുഷ്യർ പേടിയുണ്ടല്ലോ. ഇത് സാധനം ഇറങ്ങി എങ്ങോട്ടേക്കാണ്, ആരാണ്, ഏതാണെന്നും അറിയാത്ത. അപ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടെ വലിയ സങ്കടകരമാണ്. ഈ വനം വന്യജീവി മേഖലയുടെ സംഘർഷ വാർത്തകൾ കൂടുതൽ ദിവസങ്ങൾ വരുന്നുണ്ട്.